ഗുഡ് മോർണിംഗ്. ഹാവ് യു ലേൺ ദ ആക്ടിവിറ്റീസ് ഓഫ് പ്രീവിയസ് ക്ലാസ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് റേഡിയോ എന്ന പാർട്ടും അതിലെ ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസും ആയിരുന്നു. എല്ലാ കുട്ടികളും അത് പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെലിവിഷൻ എന്ന പാർട്ടും അതിലെ ആക്ടിവിറ്റീസുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ്. ദ ടെലിവിഷൻ ബ്രിങ്സ് ദ വേൾഡ് ഇൻ ഫ്രണ്ട് ഓഫ് അസ്. ലോകത്തെ മുഴുവനായി നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നൊരു വലിയ ദൗത്യമാണ് ആര് ചെയ്യുന്നത്? ടെലിവിഷൻ ചെയ്യുന്നത്. എവരിബഡി ലൈക്സ് ടു വാച്ച് ഇറ്റ്. എല്ലാവർക്കും ടെലിവിഷൻ കാണാൻ ഇഷ്ടമാണ്, അല്ലെ? ടി വി കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, അല്ലെ? ലോകത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ടി വിയിലൂടെ അറിയാൻ സാധിക്കുന്നു. ലോകത്ത് നടക്കുന്ന പല സംഭവങ്ങളും നമ്മുടെ വീട്ടിലെത്തിക്കുന്നത് ടെലിവിഷനാണ്. ഡു യു ലൈക്ക് ടു നോ സംതിങ് മോർ അബൌട്ട് ദ ടി വി? ടി വിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടോ? നൗ റീഡ് ഓൺ. നമുക്കിപ്പം ടെലിവിഷനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നോക്കാം, എന്തൊക്കെയാണെന്നുള്ളത്. ദ ടെലിവിഷൻ ഈസ് വൺ ഓഫ് ദ മിറക്കിൾസ് ഓഫ് സയൻസ്. ശാസ്ത്രത്തിന്റെ മഹാത്ഭുതങ്ങളിൽ ഒന്ന് തന്നെയാണ് ടെലിവിഷൻ. ഇസ്ന്റ് ഇറ്റ്? ശരിയല്ലേ? ശാസ്ത്രത്തിന്റെ അത്ഭുതങ്ങളിൽ, മിറക്കിൾസ്, മഹാത്ഭുതങ്ങളിൽ ഒന്നാണ് ടെലിവിഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ആൻ ഇഡിയറ്റ് ബോക്സ്. അതൊരു വിഡ്ഢിപ്പെട്ടിയല്ല, അല്ലെ? ചിലവരതിനെ പണ്ടുകാലത്ത് ഇഡിയറ്റ് ബോക്സ് എന്നൊക്കെ വിളിച്ചിരുന്നു, അല്ലെ? ഒരു ഉപയോഗമില്ലാത്ത ഒന്ന്, വേസ്റ്റ് ആണ്, ഇഡിയറ്റ് ബോക്സ് ആണെന്നൊക്കെ വിളിച്ചിരുന്നു. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ആൻ ഇഡിയറ്റ് ബോക്സ് ബട്ട് എ മാജിക് കാർപ്പറ്റ്. അതൊരു മാജിക് കാർപ്പറ്റ് ആണ്, ഒരു മാന്ത്രിക പരവതാനിയാണ്. കാർപ്പറ്റ് മീൻസ് പരവതാനി എന്നാണ്, അല്ലെ? അപ്പോൾ ഒരു മാജിക് കാർപ്പറ്റ് ആണ് അത്, ഇഡിയറ്റ് ബോക്സ് ഒന്നുമല്ല, ഒരു മാജിക് കാർപ്പറ്റ് ആണ് ടെലിവിഷൻ എന്ന് പറയുന്നത്. ഡു യു നോ ഹു ഇൻവെന്റഡ് ദ ടെലിവിഷൻ? ഇനി ആരാണ് ടെലിവിഷൻ കണ്ടുപിടിച്ചതെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഹു ഇൻവെന്റഡ് മീൻസ് കണ്ടുപിടിക്കുക. ആരാണ് ടെലിവിഷൻ കണ്ടുപിടിച്ചത്? ഇറ്റ് വാസ് എ സ്കോട്ട്സ്മാൻ നെയ്മഡ് ജെയൽ ബേർഡ് എന്ന സ്കോട്ട്ലാൻഡുകാരനാണ് ടെലിവിഷൻ കണ്ടുപിടിച്ചത്. ഹു ഇൻവെന്റഡ് ടെലിവിഷൻ? യെസ്, ഇറ്റ് വാസ് എ സ്കോട്ട്സ്മാൻ നെയ്മഡ് ജെയൽ ബേർഡ് എന്ന സ്കോട്ട്ലാൻഡുകാരനാണ് ടെലിവിഷൻ കണ്ടുപിടിച്ചത്. ഓക്കെ, ബേർഡ് മെയ്ഡ് ഇറ്റ് പോസിബിൾ ടു പ്രസന്റ് മൂവിംഗ് ആൻഡ് ലിവിംഗ് പിക്ചേഴ്സ് ഓഫ് മെൻ ആൻഡ് ഇവന്റ്സ് ഓൺ ദ സ്ക്രീൻ. അതായത് ബേർഡ് മെയ്ഡ് ഇറ്റ് പോസിബിൾ, ബേർഡ് എന്ത് ചെയ്തു? അത് സാധ്യമാക്കി തീർത്തു. എന്ത്? ടു പ്രസന്റ് മൂവിംഗ് ആൻഡ് ലിവിംഗ് പിക്ചേഴ്സ്, അതായത് ചലിക്കുന്നതും സജീവവുമായ ചിത്രങ്ങൾ, അല്ലെ? എന്തിന്റെയൊക്കെ ചിത്രങ്ങള്? പുരുഷന്മാരുടെയും സംഭവങ്ങളുടെയും, അല്ലെ? മനുഷ്യരുടെയും സംഭവങ്ങളുടെയും ചലിക്കുന്നതും സജീവമായുമായ ചിത്രങ്ങൾ എന്ത് ചെയ്തു? ഓൺ ദ സ്ക്രീനിൽ കൊണ്ടുവന്നു, അല്ലെ? അതായത് സംഭവങ്ങളുടെയും പുരുഷന്മാരുടെയും ചലിക്കുന്നതും സജീവവുമായ ചിത്രങ്ങൾ സ്ക്രീനിൽ അവതരിപ്പിക്കുന്നത് ആര് സാധ്യമാക്കി? ജെയൽ ബേർഡ് സാധ്യമാക്കി. ഇൻ ദോസ് ഡേയ്സ്, ആ കാലഘട്ടങ്ങളിൽ, ആ ദിവസങ്ങളിൽ, ഇറ്റ് വാസ് സോൾലി ഇൻ മോണോക്രോം. ആ ദിവസങ്ങളിൽ ഈ ടെലിവിഷൻ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. മോണോക്രോം എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അല്ലെ? കളർ അല്ലായിരുന്നു, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെലിവിഷൻസ് ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. ദ കളർ ടെലിവിഷൻ ബിക്കെയിം പോപ്പുലർ ഇൻ ദ 1970s. 1970-കളിലാണ് കളർ ടെലിവിഷൻ കൂടുതൽ പോപ്പുലർ ആയത്. മനസ്സിലായല്ലേ? ദ കളർ ടെലിവിഷൻ ബിക്കെയിം പോപ്പുലർ ഇൻ 1970s. Its vast potentialities as a powerful medium of mass communication cannot be underestimated. ആശയവിനിമയ രംഗത്തെ ഒരു പവർഫുൾ മീഡിയം, ഒരു ശക്തമായ ഒരു മാധ്യമമാണ് ടെലിവിഷൻ. അതിന്റെ സാധ്യതകളെ, അതിന്റെ കഴിവുകളെ ഒരിക്കലും നമുക്ക് വില കുറച്ച് കാണാൻ കഴിയുന്നതല്ല. അണ്ടർ എസ്റ്റിമേറ്റഡ് എന്ന് വെച്ചാൽ വില കുറച്ച് കാണുക, അല്ലെ? അപ്പം ആശയവിനിമയ രംഗത്തെ ടെലിവിഷന്റെ ഈ അനന്തമായ സാധ്യതകളെ, അല്ലെ കഴിവുകളെ, അതിന്റെ പവർഫുൾ ആയിട്ടുള്ള ഒരു മീഡിയമാണ്, അല്ലെ? അപ്പം പവർഫുൾ ആയിട്ടുള്ള മീഡിയം എന്ന നിലയിൽ ടെലിവിഷന്റെ അനന്തമായ ആ കഴിവുകളെ നമുക്കൊരിക്കലും വില കുറച്ച് കാണാൻ കഴിയുന്നതല്ല. It is indeed one of the best sources of entertainment and enlightenment for all. തീർച്ചയായിട്ടും എല്ലാവർക്കും വിനോദവും വിജ്ഞാനവും നൽകുന്ന ഏറ്റവും നല്ല സോഴ്സസിൽ ഒന്നാണ് നമ്മുടെ ടെലിവിഷൻ എന്ന് പറയുന്നത്, അല്ലെ? എന്റർടൈൻമെന്റ് എന്ന് വെച്ചാൽ വിനോദം, എൻലൈറ്റൻമെന്റ് എന്ന് വെച്ചാൽ ജ്ഞാനം, അല്ലെ? എന്നുള്ളതാണ്. അപ്പം വിനോദവും വിജ്ഞാനവും എല്ലാവർക്കും നൽകുന്നതിൽ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് സോഴ്സ് ആണ് ഇത്, നമ്മുടെ ടെലിവിഷൻ എന്ന് പറയുന്നത്. Programs on subjects like health and hygiene, nutrition, family planning and agriculture are of immense help to men and women, especially in rural areas. ഇനി എന്തൊക്കെ പ്രോഗ്രാംസ് ആണുള്ളത്? പ്രോഗ്രാംസ് ഓൺ സബ്ജക്ട് ലൈക്ക് ഹെൽത്ത് ആൻഡ് ഹൈജീൻ, ആരോഗ്യവും ശുചിത്വവും. ഹൈജീൻ എന്ന് പറഞ്ഞാൽ ശുചിത്വം, ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യം. അപ്പം ആരോഗ്യത്തെക്കുറിച്ചും ശുചിത്വത്തെക്കുറിച്ചുമുള്ള പ്രോഗ്രാമുകൾ, ന്യൂട്രീഷൻ പോഷകാഹാരങ്ങളെ കുറിച്ചുള്ള പ്രോഗ്രാമുകൾ, ഫാമിലി പ്ലാനിംഗ് കുടുംബാസൂത്രണം, അഗ്രികൾച്ചർ കൃഷി, അല്ലെ? തുടങ്ങിയ അനവധി പ്രോഗ്രാമുകൾ ദാറ്റ് ഈസ് ആർ ഓഫ് ഇമ്മൻസ് ഹെൽപ്പ്. അത് ഏറ്റവും ശക്തമായ സ്വാധീനം അല്ലെങ്കിൽ ഏറ്റവും വലിയ തരത്തിൽ സഹായിക്കുന്നുണ്ട് ആരെ? ടു മെൻ ആൻഡ് വുമൺ, സ്ത്രീകളെയും
പുരുഷന്മാരെയും എസ്പെഷ്യലി ഇൻ റൂറൽ ഏരിയാസ്, പ്രത്യേകിച്ച് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ വസിക്കുന്ന പുരുഷന്മാരെയും സ്ത്രീകളെയും ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇമ്മൻസ് എന്ന് വെച്ചാൽ അതിരില്ലാതെ ഏറ്റവും വലിയൊരു സഹായവുമാണ് ടെലിവിഷൻ ആർക്ക് വേണ്ടി ചെയ്യുന്നത്? റൂറൽ ഏരിയാസിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേണ്ടി നടത്തുന്ന പ്രോഗ്രാമുകൾ. എന്തിനെക്കുറിച്ചൊക്കെയുള്ള? ഹെൽത്ത് ആൻഡ് ഹൈജീൻ, ന്യൂട്രീഷൻ, ഫാമിലി പ്ലാനിംഗ് ആൻഡ് അഗ്രികൾച്ചർ. The television plays a very significant role in educating the farmers on the use of different kinds of fertilizers and pesticides and new methods of cultivation. ഇനി ഫാർമേഴ്സിന് ഇത് വലിയൊരു സഹായകമാണ് അല്ലെ? ടെലിവിഷൻ എന്ന് പറയുന്നത് കർഷകർക്ക്, കൃഷിക്കാർക്ക് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നു അല്ലെ? അവരെ എന്ത് ചെയ്യുന്നു? വിദ്യാസമ്പന്നരാക്കുന്നു, എഡ്യൂക്കേറ്റ് ചെയ്യുന്നു, അവർക്ക് വേണ്ട അറിവുകൾ നൽകുന്നു. അതിലൊരു സിഗ്നിഫിക്കന്റ് റോളാണ്, ഒരു വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് ടെലിവിഷൻ വഹിക്കുന്നത്. ഇനി എന്തൊക്കെ തരം അറിവുകളാണ് ഈ ഫാർമേഴ്സിന് ടെലിവിഷൻ നൽകുന്നത്? യൂസ് ഓഫ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, വ്യത്യസ്തങ്ങളായ വളങ്ങളെ കുറിച്ചുള്ളത്, ആൻഡ് പെസ്റ്റിസൈഡ്സ്, കീടനാശിനികളെ കുറിച്ചുള്ളത്, ആൻഡ് ന്യൂ മെത്തേഡ്സ് ഓഫ് കൾട്ടിവേഷൻ, പുതിയ കൃഷി രീതികൾ അല്ലെ? ന്യൂ മെത്തേഡ്സ് ഓഫ് കൾട്ടിവേഷൻ. അങ്ങനെ പലതരം അറിവുകളാണ് ഫാർമേഴ്സിന് ആര് നൽകുന്നത്? ടെലിവിഷൻ കർഷകർക്ക് നൽകുന്നത്. ഇൻ അഡീഷൻ ടു ഗിവിംഗ് വില്ലേജേഴ്സ് പ്രൊഫഷണൽ ഗൈഡൻസ്, ഇനി മാത്രമല്ല അതുകൂടാതെ ഗ്രാമവാസികൾക്ക്, വില്ലേജേഴ്സിന് പ്രൊഫഷണൽ ഗൈഡൻസ് നൽകുന്നു. എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ജോലിയാണ് അല്ലെ? അപ്പൊ അവരുടെ ജോബിനനുസരിച്ചുള്ള അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷൻ അനുസരിച്ചുള്ള ഒരു പ്രൊഫഷണൽ ഗൈഡൻസ് നൽകുന്നുണ്ട്. ദ ടെലിവിഷൻ ക്യാൻ പ്രസന്റ് എ ഹോൾ വെറൈറ്റി ഓഫ് കൾച്ചറൽ പ്രോഗ്രാംസ് ആസ് വെൽ അല്ലെ? വ്യത്യസ്തങ്ങളായ സാംസ്കാരിക പരിപാടികൾ, വ്യത്യസ്തങ്ങളായ കൾച്ചറൽ പ്രോഗ്രാംസ് അത് പലതരത്തിലുള്ള അല്ലെ അത് ടെലിവിഷൻ പ്രസന്റ് ചെയ്യുന്നു. എല്ലാവർക്കും വളരെ പ്രയോജനപ്പെടുന്നതാണ്. അപ്പോൾ ഫാർമേഴ്സിന് വേണ്ട രീതിയിലുള്ള എഡ്യൂക്കേഷൻ നൽകുന്നു, അതുപോലെ തന്നെ പ്രൊഫഷണൽ ഗൈഡൻസ് വില്ലേജേഴ്സിന് നൽകുന്നു അല്ലെ? അപ്പൊ അങ്ങനെ വ്യത്യസ്തങ്ങളായ നിരവധി പ്രോഗ്രാമുകൾ കൊണ്ട് ജനങ്ങളെ ഒരുപാട് ആകർഷിക്കുന്ന ഒന്നായിട്ട് എന്തായിട്ട് മാറി? ടെലിവിഷൻ വളരെ പോപ്പുലർ ആയിട്ട് മാറി. മാൻ ഈസ് ബോൺ ഇൻ ദ സ്ട്രീം ഓഫ് കൾച്ചർ, മനുഷ്യൻ ജനിച്ചത് തന്നെ ഒരു സംസ്കാരത്തിൽ അധിഷ്ഠിതമായിട്ടാണ് അല്ലെ? കൾച്ചർ എന്ന് വെച്ചാൽ സംസ്കാരമാണ് അല്ലെ? ഒരു കൾച്ചർ സ്രോതസ്സായിട്ടുള്ള അല്ലെങ്കിൽ കൾച്ചറിൽ അധിഷ്ഠിതമായിട്ടുള്ള, സംസ്കാരത്തിൽ അധിഷ്ഠിതമായിട്ട് തന്നെയാണ് ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് മനുഷ്യന്റെ ജനനം എന്ന് പറയുന്നത്. ദ ഇൻവെൻഷൻ ഓഫ് ദ ടെലിവിഷൻ ഹാസ് എനേബിൾഡ് ഹിം to enjoy and see with his own eyes the cultures of different people living in different communities. അതായത് ടെലിവിഷന്റെ കണ്ടുപിടുത്തം വിവിധ സമുദായങ്ങളിൽ വസിക്കുന്ന വ്യത്യസ്ത ആളുകളുടെ സംസ്കാരങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് ആസ്വദിക്കുവാനും കാണുവാനും മനുഷ്യനെ പ്രാപ്തനാക്കി. അതാണ് ദി ഇൻവെൻഷൻ ഓഫ് ടെലിവിഷൻ. ടെലിവിഷന്റെ കണ്ടുപിടുത്തം ഹാസ് എനേബിൾഡ് ടു ഹിം എന്നോട് ഉദ്ദേശിക്കുന്ന മനുഷ്യനെയാണ് അല്ലെ? ടെലിവിഷന്റെ കണ്ടുപിടുത്തം മനുഷ്യനെ എന്തൊക്കെ നേടിക്കൊടുത്തു? ടു എൻജോയ് ആൻഡ് സീ അല്ലെ? ആസ്വദിക്കുവാനും കാണുവാനും വിത്ത് ഹിസ് ഓൺ ഐസ്, അവന്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് എന്തൊക്കെയാണ്? The cultures of different people living in different communities, അതായത് വ്യത്യസ്ത സമുദായങ്ങളിൽ വസിക്കുന്ന വ്യത്യസ്ത ആളുകളുടെ സംസ്കാരം അല്ലെ? സ്വന്തം കണ്ണുകൊണ്ട് കാണുവാനും ആസ്വദിക്കുവാനും മനുഷ്യനെ പ്രാപ്തനാക്കിയത് ടെലിവിഷനാണ്, ടെലിവിഷന്റെ കണ്ടുപിടുത്തമാണ്. ആൻഡ് ദെൻ this medium of audio visual communication has a very powerful appeal. ഈ ഒരു മാധ്യമം എന്ന് പറയുന്നത്, ടെലിവിഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഓഡിയോ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് ഒരു ദൃശ്യ ശ്രവ്യ മാധ്യമമാണ് ടെലിവിഷൻ. അത് നമുക്ക് കാണുവാനും കേൾക്കുവാനും സാധിക്കും. ഓഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കുന്നത്, വിഷ്വൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് അല്ലെ? അപ്പൊ കേൾക്കുവാനും കാണുവാനും കഴിയുന്ന ഒരു മാധ്യമമാണ് ഏത്? ടെലിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് മീഡിയം ഓഫ് ഓഡിയോ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഹാസ് എ വെരി പവർഫുൾ അപ്പീൽ. അത് വളരെ ശക്തമായ എല്ലാവരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ആണ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു മീഡിയമാണ്, ഒരു ഓഡിയോ വിഷ്വൽ മീഡിയമായിട്ട് എന്ത് മാറി? ടെലിവിഷൻ മാറി. ഇറ്റ് ക്യാൻ therefore be used for educational purpose also. മാത്രമല്ല ഇത് എന്തിനു കഴിയുന്നുണ്ട്? വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ് ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട് ടെലിവിഷൻ അല്ലെ? എങ്ങനെയൊക്കെയാണ്? എന്തൊക്കെ ലെസൺസ് ആണ്? ലെസൺസ് ഓൺ സയൻസ്, mathematics, geography and other disciplines are often telecast. അപ്പം
ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടത്, മാത്തമാറ്റിക്സ്, ഗണിതശാസ്ത്രം, ജിയോഗ്രഫി ആൻഡ് അതർ ഡിസിപ്ലിൻസ്, മറ്റു വിഷയങ്ങളെല്ലാം ഈ ടെലിവിഷനിലൂടെ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് ഒരുപാട് അറിവുകൾ നേടിക്കൊടുക്കുന്നുണ്ട്. ഇന്ന് നമുക്കറിയാം കോവിഡ് ആയതുകൊണ്ട് നമ്മുടെ വിക്ടേഴ്സ് ചാനൽ ഒരു വലിയ സഹായമാണ് കുട്ടികൾക്ക് ചെയ്യുന്നത്, അല്ലെ? ഇൻ ഓർഡർ ടു എഡ്യൂക്കേറ്റ് ദ പബ്ലിക്കിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതോടൊപ്പം മോർ പ്രോഗ്രാംസ് ഓൺ ട്രാഫിക് റൂൾസ്, അതായത് ട്രാഫിക് നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ പ്രോഗ്രാമുകൾ നൽകുന്നു. ഹെൽത്ത് ആൻഡ് ഹൈജീൻ, ആരോഗ്യവും ശുചിത്വവുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നൽകുന്നു. ലോ ആൻഡ് ഓർഡർ പ്രോബ്ലംസ്, നിയമങ്ങളെയും നിയമ സംവിധാനങ്ങളെ കുറിച്ചുമൊക്കെയുള്ള അറിവുകൾ നൽകുന്നു, അല്ലെ? അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഒരു ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യാനും എന്ത് സഹായിക്കുന്നു? ടെലിവിഷൻ നമ്മളെ സഹായിക്കുന്നു. ആർ ഓൾസോ ടു ബി ഇൻക്ലൂഡഡ്. ഇതെല്ലാം ഇങ്ങനെയുള്ള ഡിഫറെന്റ് തരത്തിലുള്ള പ്രോഗ്രാംസ് ടെലിവിഷനിലുണ്ട്. ദ TV പ്രോഗ്രാംസ് യൂഷ്വലി ഡീൽ വിത്ത് മെനി അതർ സബ്ജക്ട്. ഇനി ഇത് മാത്രമാണോ? അല്ല, മറ്റു പല സബ്ജക്റ്റുകളുമായിട്ട് ഈ TV പ്രോഗ്രാം ഡീൽ ചെയ്യുന്നുണ്ട്, അല്ല? ഒരുപാട് പ്രോഗ്രാമുകൾ TVയിലൂടെ വരുന്നുണ്ട്. ആൻഡ് ടോപ്പിക്സ് ഓഫ് കറന്റ് ഇമ്പോർട്ടൻസ്, ആനുകാലിക പ്രാധാന്യമുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് അല്ലെന്നുണ്ടെങ്കിൽ ആനുകാലിക പ്രസക്തിയുള്ള പ്രാധാന്യമുള്ള ഒരുപാട് സബ്ജക്റ്റും ടോപ്പിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി പ്രോഗ്രാമുകൾ ടെലിവിഷനിലൂടെ നമ്മൾ കാണുന്നുണ്ട്. എ മാൻ ആഫ്റ്റർ എ ഡേയ്സ് ഹാർഡ് വർക്ക്, ഒരു മനുഷ്യൻ അവന്റെ ഒരു ദിവസത്തെ കഠിനാധ്വാനത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു ദിവസം ജോലിക്ക് പോയി കഷ്ടപ്പെട്ട് ക്ഷീണിച്ച്, അല്ലെ, തിരികെ വീട്ടിലേക്ക് വരുന്നു. മേ സ്വിച്ച് ഓൺ ഹിസ് ടെലിവിഷൻ, എന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ടെലിവിഷന്റെ സ്വിച്ച് ഓൺ ചെയ്യുന്നു. ആൻഡ് ഡിറൈവ് ഇമ്മെൻസ് പ്ലഷർ, ആ സമയത്ത് ആ മനുഷ്യന് കിട്ടുന്നത് ഒരു ഇമ്മെൻസ് പ്ലഷറാണ് ലഭിക്കുന്നത്, അല്ലെ? ഏറ്റവും വലിയൊരു സന്തോഷവും സമാധാനവും ഈ ടെലിവിഷൻ വൈകുന്നേരം, അല്ലെ, ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് വളരെ ക്ഷീണിതനായി വന്ന് വീട്ടിൽ വരുമ്പോൾ കുളിച്ചിട്ട് ഈ TV എന്ന് കാണുമ്പോൾ ഒരു ആശ്വാസമാണ്, ഒരു വലിയൊരു ആശ്വാസമാണ് ലഭിക്കുന്നത്. ഹി ഫീൽസ് ഗ്രേറ്റ്ലി റിലീവ്ഡ് ആഫ്റ്റർ എ ദ ഡേയ്സ് ഫാറ്റിക് എന്ന് പറഞ്ഞാൽ ക്ഷീണം അല്ലെങ്കിൽ തളർച്ച എന്നാണ്, അല്ലെ? ഇപ്പം പണിയൊക്കെ കഴിഞ്ഞിട്ട് ജോലി ചെയ്ത് ക്ഷീണിച്ച് കുഴപ്പി വന്ന് ഫുഡൊക്കെ കഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞ്, അല്ലെ, ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ ടെലിവിഷൻ അല്പനേരം കാണുമ്പോൾ ഒരു ഗ്രേറ്റ് റിലീഫാണ് കിട്ടുന്നത്, ഒരു വലിയ ആശ്വാസമാണ് ആ മനുഷ്യർക്ക് കിട്ടുന്നത്, അല്ലെ? അപ്പൊ അത് ടെലിവിഷന്റെ മറ്റൊരു പ്രയോജനമാണ്, മറ്റൊരു പ്രത്യേകതയാണ്. അപ്പം എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ടെലിവിഷനിലൂടെ എഡ്യൂക്കേഷന് അപ്പുറം, അല്ലെ, ഹെൽത്തിനെ കുറിച്ചായാലും മറ്റു ലോ ആൻഡ് ഓർഡർ പ്രോബ്ലംസ് ആയാലും ഹൈജീൻ ആയാലും, അല്ലെ, അപ്പൊ അങ്ങനെ എന്റർടൈൻമെന്റ് ആയാലും അങ്ങനെ നിരവധി പ്രോഗ്രാം വ്യത്യസ്ത തരത്തിലുള്ള ആളുകൾക്ക് വ്യത്യസ്ത രീതിയിലുള്ള പ്രോഗ്രാമുകൾ തന്നെ ടെലിവിഷനിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിലെ ടെക്സ്റ്റൽ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതിനകത്തിൽ ഒരു 6 ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ് ഇനി നമുക്ക് ആൻസർ ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡു വി സേ ദാറ്റ് TV ഈസ് എ മാജിക് കാർപ്പറ്റ്? എന്തുകൊണ്ടാണ് TVയുടെ ഒരു മാജിക് കാർപ്പറ്റ് ആയിട്ട് പറയുന്നുണ്ടല്ലോ, അല്ലെ? ഒരു മാന്ത്രിക പരവതാനിയാണെന്ന് പറയുന്നുണ്ടല്ലോ TV. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്? ആൻസർ ഈസ് ഇറ്റ് ബ്രിങ്സ് മൂവിങ് ആൻഡ് ലിവിങ് പിക്ചേഴ്സ് ഓഫ് മെൻ ആൻഡ് ഇവന്റ്സ് ഓൺ ദ സ്ക്രീൻ, അല്ലെ? അതിന്റെ കാരണം എന്താണ്? സംഭവങ്ങളുടെയും അതുപോലെ തന്നെ മനുഷ്യന്മാരുടെയും ചലിക്കുന്നതും സജീവമായ ചിത്രങ്ങൾ സ്ക്രീനിൽ നമുക്ക് തരുന്നു, അല്ലെ, നമ്മളെ കാണിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് TV ഈസ് എ മാജിക് കാർപ്പറ്റ് എന്ന് നമ്മൾ പറയുന്നത്. It brings moving and living pictures of men and events on the screen. Okay. And second question, how is the TV helpful to the people in rural areas? അതായത് ഗ്രാമപ്രദേശങ്ങൾ, റൂറൽ ഏരിയാസിലെ ആളുകളെ എങ്ങനെയാണ് TV സഹായിക്കുന്നത്, അല്ലെ? റൂറൽ ഏരിയാസ്, ഗ്രാമങ്ങളിൽ വസിക്കുന്നവരെ എങ്ങനെയാണ് TV ഹെൽപ്ഫുൾ ആവുന്നത്, എങ്ങനെയാണ് അവർക്ക് സഹായകമാകുന്നത്? ആൻസർ ഈസ് the TV brings programs on subjects like health and hygiene, nutrition, family planning and agriculture, which are of immense help to the people, especially in rural areas. അതായത് the TV brings programs on subject like ഏതൊക്കെ തരത്തിലുള്ള പ്രോഗ്രാംസ് ആണ്? ഹെൽത്ത് ആൻഡ് ഹൈജീൻ, അല്ലെ? അതായത് ആരോഗ്യവും ശുചിത്വവും, ന്യൂട്രീഷൻ, പോഷകാഹാരങ്ങളെ കുറിച്ചുള്ള പ്രോഗ്രാമുകൾ, ഫാമിലി പ്ലാനിങ്, കുടുംബാസൂത്രണം, ആൻഡ് അഗ്രികൾച്ചർ, അല്ലെ, കൃഷിയെ കുറിച്ചുള്ള പ്രോഗ്രാമുകൾ. ദീസ് ആർ വിച്ച് ആർ ഓഫ് ഇമ്മൻസ് ഹെൽപ്പ്. ഇത് ഏറ്റവും വലിയൊരു സഹായമാണ് ആർക്ക്? ടു ദ പീപ്പിൾ, ആളുകൾക്ക്. എവിടുത്തെ? എസ്പെഷ്യലി ഇൻ റൂറൽ ഏരിയാസ്, ഗ്രാമവാസികൾക്ക്, അല്ലെ, ഗ്രാമപ്രദേശങ്ങളിൽ വസിക്കുന്നവർക്ക്. അപ്പം ഇത്തരത്തിലാണ് TV ഗ്രാമപ്രദേശങ്ങളിൽ വസിക്കുന്നവർക്ക് സഹായകമാകുന്നത്. Did you understand? And we can go to the third question. How is the TV helpful to the farmers? ഈ TV എങ്ങനെയാണ് കർഷകർക്ക് സഹായകമാകുന്നത്? ടെലിവിഷൻ കർഷകരെ എങ്ങനെ സഹായിക്കുന്നു? ആൻസർ ഈസ് ഇറ്റ് എഡ്യൂക്കേറ്റ് ഫാർമേഴ്സിനെ അത് എഡ്യൂക്കേറ്റ് ചെയ്യുന്നു, വിദ്യാസമ്പന്നരാക്കുന്നു. എങ്ങനെയൊക്കെ? ഓൺ ദ യൂസ് ഓഫ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ്
പെസ്റ്റിസൈഡ്സ് ആൻഡ് ന്യൂ മെത്തേഡ്സ് ഓഫ് കൾട്ടിവേഷൻ. അതായത് പലതരത്തിലുള്ള വ്യത്യസ്തങ്ങളായ വളങ്ങളെക്കുറിച്ച്, ഫെർട്ടിലൈസേഴ്സ് പറഞ്ഞ വളങ്ങളെക്കുറിച്ചും ആൻഡ് പെസ്റ്റിസൈഡ്സ് കീടനാശിനികളെക്കുറിച്ചുമുള്ള അറിവുകൾ നൽകുന്നു. ആൻഡ് ന്യൂ മെത്തേഡ്സ് ഓഫ് കൾട്ടിവേഷൻ പുതിയ കാർഷിക രീതികളെക്കുറിച്ച്, പുതിയ കൃഷി രീതികളെക്കുറിച്ചൊക്കെയുള്ള അറിവ് നൽകുന്നു. അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള അറിവുകൾ കർഷകർക്കും അങ്ങനത്തെ അവർ എഡ്യൂക്കേറ്റഡ് ആയി മാറ്റുന്നതിൽ ടെലിവിഷന് വലിയൊരു പങ്കാണ് വഹിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് കർഷകരെ അല്ലെങ്കിൽ ഫാർമേഴ്സിനെ ടെലിവിഷൻ സഹായിക്കുന്നത്. And the fourth question is, in what way is the TV helpful to propagate culture? ഇനി എന്ത് തരത്തിലാണ് ഈ ടെലിവിഷൻ നമ്മുടെ സംസ്കാരത്തെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, അല്ലെ സംസ്കാരത്തെ പ്രചരിപ്പിക്കുന്നത്, അല്ലെ? അപ്പൊ എന്ത് തരത്തിലാണ് ടെലിവിഷൻ നമ്മളെ കൾച്ചറിനെ ഹെൽപ്പ് ചെയ്യുന്നത്, കൾച്ചർ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി, നമ്മുടെ സംസ്കാരം പ്രചരിപ്പിക്കാൻ വേണ്ടി എത്തരത്തിലാണ് ടെലിവിഷൻ സഹായിക്കുന്നത്? ആൻസർ ഈസ് ദ TV enables us to see and appreciate the cultures of different people of different communities. അതായത് വ്യത്യസ്ത സമുദായങ്ങളിൽപ്പെട്ടവരുടെ വ്യത്യസ്ത തരത്തിലുള്ള സാംസ്കാരിക പ്രോഗ്രാമുകൾ അത് നമ്മൾക്ക് ടിവിയിലൂടെ കാണാൻ സാധിക്കുന്നു. സോ ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ടു പ്രൊപ്പഗേറ്റ് കൾച്ചർ. അതുകൊണ്ട് തന്നെയാണ് അത് കൾച്ചർ, സംസ്കാരത്തെ പ്രചരിപ്പിക്കാൻ സഹായകമായ ഒന്നാണ് ടെലിവിഷൻ എന്ന് പറയുന്നത്. കാരണം ഇറ്റ് എനേബിൾസ് us to see and appreciate the cultures of different people of different communities. വ്യത്യസ്ത സമുദായങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കൾച്ചർ ആയിരിക്കും ഉള്ളത്, അല്ലെ? അപ്പം ആ കൾച്ചർ നമുക്ക് എല്ലാവരുടെയും കൾച്ചർ, നമുക്ക് സംസ്കാരത്തെ നമുക്ക് അറിയാൻ സാധിക്കുന്നു, അടുത്തറിയാൻ സാധിക്കുന്നു ടിവിയിലൂടെ. അപ്പൊ അത് കൾച്ചറിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യമല്ലേ? അപ്പൊ ഇത്തരത്തിലാണ് ടെലിവിഷൻ കൾച്ചറിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. Okay, and the fifth question, in the field of education the TV plays a dominant role. How? എഡ്യൂക്കേഷന്റെ ആ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ ഒരു മേഖലയിൽ TV വളരെ പ്രധാനപ്പെട്ട ഒരു റോള് പങ്കുവഹിക്കുന്നുണ്ട്. എങ്ങനെ? നമുക്ക് നോക്കാം ആൻസർ എന്താണെന്ന്. ലെസൺസ് ഓൺ സയൻസ്, മാത്തമാറ്റിക്സ്, ജിയോഗ്രഫി ആൻഡ് അതർ ഡിസിപ്ലിൻസ് ആർ ഓഫൺ ടെലികാസ്റ്റ്, അല്ലെ? സയൻസ്, മാത്തമാറ്റിക്സ്, ജിയോഗ്രഫി, മറ്റ് വിഷയങ്ങളെല്ലാം ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് ടിവിയിലൂടെ. ടു എഡ്യൂക്കേറ്റ് ദ പബ്ലിക്കിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നു. എത്തരത്തിലുള്ള പ്രോഗ്രാംസ് ഓൺ ട്രാഫിക് റൂൾസ്, ഹെൽത്ത് ആൻഡ് ഹൈജീൻ, ലോ ആൻഡ് ഓർഡർ എക്സെട്ര, അല്ലെ? ട്രാഫിക് നിയമങ്ങളെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ടെലിവിഷന്റെ ആ പാർട്ടിൽ പറഞ്ഞതാണ്. ട്രാഫിക് റൂൾസുകളുടെ ആരോഗ്യവും ശുചിത്വവും നിയമങ്ങളെക്കുറിച്ചും നിയമ സംവിധാനങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള പ്രോഗ്രാമുകൾ ടെലികാസ്റ്റ് ചെയ്യുന്നു. are also telecast. Thus, the TV plays a dominant role in the field of education. അപ്പോൾ ഇത്തരത്തിലാണ് എഡ്യൂക്കേഷന്റെ ഒരു മേഖലയിൽ TV ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. And the sixth question is, how does the TV entertain people? ഇനി എങ്ങനെയാണ് ആളുകളെ ഇത് എന്റർടൈൻ ചെയ്യിക്കുന്നത്, അല്ലെങ്കിൽ എത്തരത്തിലാണ് ആളുകളെ ഇത് ഒരു എന്റർടൈൻമെന്റ് നൽകുന്നത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. So we can get the answer. The programs on TV gives different cultural items, അല്ലെ? വ്യത്യസ്ത കൾച്ചറൽ സാംസ്കാരിക ഐറ്റംസ് നൽകുന്നത്, വ്യത്യസ്ത തരത്തിലുള്ള കൾച്ചറൽ ഐറ്റംസ് ഉൾപ്പെടുന്ന പ്രോഗ്രാമുകൾ ടിവിയിലൂടെ നമുക്ക് ലഭിക്കുന്നു. These programs gives us the immense pleasure. ഈ പ്രോഗ്രാമുകൾ നമുക്ക് എന്ത് നൽകുന്നു? ഏറ്റവും വലിയൊരു സന്തോഷമാണ്, ഒരു ഇമ്മൻസ് പ്ലഷറാണ്, അതിരില്ലാത്ത ഒരു സന്തോഷമാണ് നമുക്ക് നൽകുന്നത്. Thus it entertains people. ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള പല നിരവധി പരിപാടികൾ, പ്രോഗ്രാമുകൾ, പാട്ടായിക്കോട്ടെ, ഡാൻസ് ആയിക്കോട്ടെ, കോമഡി ഷോ ആയിക്കോട്ടെ, അല്ലെ? അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള കൾച്ചറൽ പ്രോഗ്രാമുകൾ നമുക്ക് ടിവിയിലൂടെ ലഭിക്കുന്നു. അങ്ങനെയാണ് നമ്മളെ എന്റർടൈൻ ചെയ്യിക്കുന്നത് ടെലിവിഷൻ. ഓക്കെ, ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ് ഇത്രയാണുള്ളത്. 6 ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പൊ 6 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ബാക്കി നോക്കാം ടെലിവിഷനെ കുറിച്ച്. ദ ടെലിവിഷൻ മെയിൻലി ഡസ് 4 തിങ്സ്. പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് ടെലിവിഷൻ ചെയ്യുന്നത്. ആ 4 ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്റർടൈൻ ചെയ്യിക്കുന്നു, അല്ലെ? ടെലിവിഷൻ നമ്മളെ വിനോദിപ്പിക്കുന്നു, എന്റർടൈൻ ചെയ്യിപ്പിക്കുന്നു. ആൻഡ് ദെൻ ഇൻഫ്ലുവൻസ്, നമ്മളെ സ്വാധീനിക്കുന്നു. ആൻഡ് എഡ്യൂക്കേറ്റ്, നമ്മളെ വിദ്യാസമ്പന്നരാക്കുന്നു. ആൻഡ് ദെൻ ലാസ്റ്റ് വൺ ഇൻഫോം, എന്ന് വെച്ചാൽ നമുക്ക് മുന്നറിവ് നൽകുന്നു, പല കാര്യങ്ങളെ കുറിച്ച് നമുക്ക് മുന്നറിവ് നൽകുന്നു. അപ്പം ഈ 4 കാര്യങ്ങളാണ് ടെലിവിഷൻ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. എന്തൊക്കെയാണ്? എന്റർടൈൻ ചെയ്യുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, എഡ്യൂക്കേറ്റ് ചെയ്യുന്നു, ഇൻഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇനി നമുക്കൊരു ചെറിയൊരു ആക്ടിവിറ്റി ഉണ്ട്, നോക്കാം എന്താണെന്നുള്ളത്. ആക്ടിവിറ്റി 1. Now list a few television programs and write them in appropriate columns. ഇവിടെ 2 കോളംസ് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ കോളത്തില് ടൈപ്സ് ഓഫ് TV പ്രോഗ്രാംസ്, അതായത് TV പ്രോഗ്രാമുകൾ ലിസ്റ്റ് ചെയ്യാൻ ആദ്യത്തെ കോളത്തില്. ഇനി രണ്ടാമത്തെ കോളത്തില് പർപ്പസ് ഓഫ് ദ പ്രോഗ്രാംസ്,
എല്ലാ പ്രോഗ്രാമിനും ഒരേ പർപ്പസ് ആണോ? അല്ല. നമ്മളെ എന്റർടൈൻ ചെയ്യുന്നതുണ്ട്, നമ്മളെ എഡ്യൂക്കേഷൻ അല്ലെ, എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമുകളുണ്ട്, നമ്മളെ സ്വാധീനിക്കുന്ന അതാണ് ഇൻഫ്ലുവൻസ്, നമ്മളെ സ്വാധീനിക്കുന്ന പ്രോഗ്രാമുകളുണ്ട്, ഇൻഫർമേഷൻ നമുക്ക് മുന്നറിവുകൾ നൽകുന്ന പ്രോഗ്രാമുകളുണ്ട് പല കാര്യങ്ങളെ കുറിച്ച് അല്ലെ. അപ്പൊ അങ്ങനെ വ്യത്യസ്ത പ്രോഗ്രാമുകളുടെ പർപ്പസും വ്യത്യസ്തങ്ങളാണ് അല്ലെ. അപ്പൊ സെക്കൻഡ് കോളത്തില് പർപ്പസ് ആണ് വരേണ്ടത്, ഫസ്റ്റ് കോളത്തില് എന്താണ് ടൈപ്സ് ഓഫ് പ്രോഗ്രാംസ് ആണ്. അപ്പം ഈ ഓരോ പർപ്പസിനനുസരിച്ചുള്ള പ്രോഗ്രാമുകളാണ് വരേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ടി വി പ്രോഗ്രാംസ് ലിസ്റ്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് എന്റർടൈൻമെന്റ് എന്ന ആ ഒരു പർപ്പസിന് നേരെ വരുന്ന ഏതൊക്കെ പ്രോഗ്രാംസ് നമുക്ക് ലിസ്റ്റ് ചെയ്യാം. ആദ്യം ഒരെണ്ണോടെ കൊടുത്തിട്ടുണ്ട് ഫിലിംസ് അല്ലെ. ഫിലിംസിന്റെ കൂടെ നമുക്ക് എന്തൊക്കെ എഴുതാം? മ്യൂസിക് പ്രോഗ്രാംസ്. മ്യൂസിക് പ്രോഗ്രാമുകൾ ഒരുപാടുണ്ടല്ലോ, അതൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇത് എന്റർടൈൻമെന്റ് അല്ലേ അത്? അതെ. അടുത്ത ഡാൻസ് അല്ലെ, ഡാൻസ് നമ്മളെ എന്റർടൈൻ ചെയ്യുകയല്ലേ, അതും ആ ഒരു എന്റർടൈൻമെന്റ് എന്ന ആ ഒരു പർപ്പസിൽ വരുന്നതാണ്. ആൻഡ് ദെൻ കോമഡി ഷോസ് ആൻഡ് കാർട്ടൂൺസ് അല്ലെ. അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള വ്യത്യസ്തങ്ങളായ എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകൾ ടി വിയിലൂടെ നമുക്ക് കിട്ടുന്നു. അപ്പൊ അതാണ് ആദ്യത്തെ പർപ്പസിന്റെ, എന്റർടൈൻമെന്റ് എന്ന പർപ്പസിന്റെ നേരെ വരുന്ന ടി വി പ്രോഗ്രാംസുകൾ. അതാണ്. ഇനി നമുക്കൊക്കെ എഡ്യൂക്കേഷന് നേരെ വരുന്ന ടി വി പ്രോഗ്രാംസ്, അതായത് വിദ്യാഭ്യാസം നമുക്ക് ലഭിക്കും അല്ലെങ്കിൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ചാനലുകൾ ഏതൊക്കെയാണ്? നാഷണൽ ജിയോഗ്രാഫിക് അല്ലെ, അത് എഡ്യൂക്കേഷന്റെ ഭാഗമല്ലേ. ആൻഡ് ദെൻ ഡിസ്കവറി, വിക്ടേഴ്സ് അല്ലെ, വിക്ടേഴ്സ് ഒക്കെ ഇപ്പൊ നല്ല രീതിയിൽ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ നൽകുന്നുണ്ട്. ആനിമൽ പ്ലാനറ്റ് അല്ലെ, സഫാരി തുടങ്ങിയ ചാനലുകളിലൂടെയൊക്കെ എഡ്യൂക്കേഷൻ ആണ് അവരുടെ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ഇൻഫ്ലുവൻസ്. ഇനി സ്വാധീനം, നമ്മൾ സ്വാധീനിക്കുന്നത് ഏതൊക്കെയാണ്? മെയിൻ ആയിട്ട് അഡ്വർടൈസ്മെന്റ് ആണ്, ആഡുകൾ, പരസ്യങ്ങൾ. അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ പരസ്യങ്ങൾ. ദെൻ കുക്കറി ഷോസ് ഒക്കെ നമ്മളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് അല്ലെ, അതൊക്കെ കണ്ടിട്ട് പാചകം ചെയ്യാറുണ്ട്. ആൻഡ് റിലീജിയസ് പ്രോഗ്രാംസ്, മതപരമായിട്ടുള്ള പ്രോഗ്രാമുകൾ അല്ലെ, ഇതൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, സ്വാധീനിക്കുന്നതാണ്. അതാണ് ഇൻഫ്ലുവൻസ് എന്ന പർപ്പസിൽ വരുന്നത്. അടുത്തൊരു ഇൻഫർമേഷൻ, നമുക്ക് മുന്നറിവുകൾ നൽകുന്നത്, നമുക്ക് അറിവുകൾ നൽകുന്നത്. ന്യൂസ്, വാർത്തകൾ അല്ലെ, ഒരുപാട് വാർത്താ ചാനലുകളുണ്ട്. ഡിബേറ്റ്സ്, സംവാദങ്ങൾ, ക്വിസ് പ്രോഗ്രാംസ് അല്ലെ, ക്വിസ് മത്സരങ്ങൾ, ക്വിസ് പ്രോഗ്രാംസ്, അതൊക്കെ നമുക്ക് ഒരുപാട് അറിവുകൾ, ഇൻഫർമേഷൻ നൽകുന്നുണ്ട്. ആൻഡ് ദെൻ വെതർ റിപ്പോർട്ട്സ് അല്ലെ, കാലാവസ്ഥ റിപ്പോർട്ട്. നമുക്ക് കാലാവസ്ഥ റിപ്പോർട്ടുകൾ അല്ലെ, മഴയുടെയും കാറ്റിന്റെയും ഒക്കെ മുന്നറിയിപ്പുകൾ നമുക്ക് നൽകുന്നുണ്ട് അല്ലെ. മഴയും കാറ്റും ഒക്കെ വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് മുന്നറിയിപ്പുകൾ നൽകാൻ സഹായിക്കുന്നു. അപ്പൊ അതൊക്കെ ഇൻഫർമേഷൻസിനകത്തിൽ വരുന്ന പ്രോഗ്രാമുകളാണ്. അപ്പൊ ഇങ്ങനെ 4 തരം പർപ്പസുകളാണ് ടി വി പ്രധാനമായിട്ടും ടി വിയോട് നമുക്ക് കിട്ടുന്നത്. ഏതൊക്കെയാണ്? എന്റർടൈൻമെന്റ്, എഡ്യൂക്കേഷൻ, ഇൻഫ്ലുവൻസ്, ഇൻഫർമേഷൻ. Okay, and then we can go to the next activity. And the second activity is a few advantages and disadvantages of the television are given in the columns below. ഇവിടെ താഴെ 2 കോളം കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ കോളത്തില് ടെലിവിഷന്റെ അഡ്വാൻറ്റേജസ് ആണ്, അതായത് ടി വിയുടെ നേട്ടങ്ങൾ അല്ലെങ്കിൽ ഗുണങ്ങൾ. രണ്ടാമത്തെ കോളത്തില് ഡിസ്അഡ്വാൻറ്റേജസ്, അതായത് ടെലിവിഷന്റെ ദോഷങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അനലൈസ് ദം ആൻഡ് ആഡ് മോർ ഐഡിയാസ് ഓഫ് യുവർ ഓൺ. അപ്പം ടെലിവിഷന്റെ അഡ്വാൻറ്റേജസ് ആണ് ആദ്യത്തെ കോളത്തിൽ എഴുതേണ്ടത്, രണ്ടാമത്തെ കോളത്തിൽ ഡിസ്അഡ്വാൻറ്റേജസ് ആണ്. അപ്പൊ ഇവിടെ കുറെ എണ്ണം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും, ഗുണങ്ങളും ദോഷങ്ങളും. അപ്പൊ നമുക്ക് ബാക്കിയൂടെ എഴുതാം. ടെലിവിഷന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ തരാം. നിങ്ങൾ നേരെ നോട്ട്ബുക്കിൽ എഴുതിക്കോളൂ. We can go to the advantages and disadvantages of television. These are the advantages. നമുക്ക് ആദ്യം അഡ്വാൻറ്റേജസ് നോക്കാം. ആദ്യത്തെ കോളത്തിൽ എന്തൊക്കെ ഗുണങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ നേട്ടങ്ങളാണ് ടെലിവിഷനിലൂടെ നമുക്ക് ലഭിക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്രൊവൈഡ്സ് ഇൻസ്റ്റന്റ് ആക്സസ് ടു ന്യൂസ് ആൻഡ് അതർ ഇൻഫർമേഷൻ അല്ലെ. വാർത്തകളും മറ്റ് തരത്തിലുള്ള ഈ ഇൻഫർമേഷൻസിനും ഒരു നല്ലൊരു ആക്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടെലിവിഷൻ. ശരിയല്ലേ? ആൻഡ് ദെൻ റെഡ്യൂസ് സ്ട്രെസ്, നമ്മുടെയൊക്കെ ഒരു മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നു. ഒരുപാട് വിനോദ പരിപാടികളുണ്ട്, എന്റർടൈൻമെന്റ് ചെയ്യുന്നു നമ്മളെ അല്ലെ, അതിലൂടെ നമ്മളുടെ മാനസിക പിരിമുറുക്കങ്ങൾ കുറയ്ക്കുന്നു. ടെലിവിഷൻ ഹെൽപ്പ് us to learn more about the world and things happening around us. നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള അറിവുകൾ നൽകുന്നു. നമ്മുടെ ലോകത്തിനെ കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ നമ്മളെ സഹായിക്കുന്നു അല്ലെ. ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച്, നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ആഴത്തിൽ പഠിക്കുവാൻ നമ്മളെ സഹായിക്കുന്നു ടെലിവിഷൻ. And then it increases popularity of sports and games. ഇനി സ്പോർട്സിന്റെയും ഗെയിംസിന്റെയും പോപ്പുലാരിറ്റി വർദ്ധിപ്പിക്കുന്നത് ടെലിവിഷനൊരു റോളാണ്, ടെലിവിഷനാണ് അല്ലെ. നമുക്ക് ക്രിക്കറ്റ് ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും ഈ മാച്ചുകളൊക്കെ, അത്ലറ്റിക്സ് ആണെങ്കിലും ഈ മാച്ചുകളൊക്കെ നമ്മൾ ടെലിവിഷനിലൂടെ ലൈവായിട്ട് കാണുന്ന ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നടക്കുന്ന മാച്ചുകൾ അല്ലെ. അപ്പം അതുകൊണ്ടാണ് ടെലിവിഷൻ എന്ന് പറയുന്നത് ഈ സ്പോർട്സിന്റെയും ഗെയിംസിന്റെയും ഒക്കെ പോപ്പുലാരിറ്റി വർദ്ധിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ടെലിവിഷൻ. ഓക്കെ,
ആൻഡ് ദെൻ ഇറ്റ് ഈസ് ദ ബെസ്റ്റ് കമ്പാനിയൻ ഓഫ് ഓൾഡ് ഏജ് പീപ്പിൾ. ഇനി പ്രായമായവരുടെ ഒരു സുഹൃത്താണ് നമ്മൾ ടെലിവിഷൻ എന്ന് പറയാം അല്ലെ. ഒരു കമ്പാനിയനാണ്, ഒരു വഴികാട്ടിയാണ്, ഒരു സഹയാത്രികനാണ് ഓൾഡ് ഏജ് പ്രായമായവരുടെ അല്ലെ. അവർക്കൊരു എന്താ പറയുക, ഒരു റിലീഫാണ്, അല്ലെങ്കിൽ ഒരു സന്തോഷം നൽകുന്ന അവരുടെ ഒരു കമ്പാനിയനാണ് ടെലിവിഷൻ. And then television gives us a vital information related to disaster, weather forecast, etc. അതുപോലെ തന്നെ കാലാവസ്ഥ, വെതർ ഫോർകാസ്റ്റ്, കാലാവസ്ഥ പ്രവചനങ്ങൾ അല്ലെ, കാലാവസ്ഥ റിപ്പോർട്ടുകൾ, ഡിസാസ്റ്റർ, ദുരന്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ, ദുരന്തങ്ങളും അതുപോലെ തന്നെ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ വൈറ്റൽ ഇൻഫർമേഷൻ ആണ്. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ആണ് നമുക്ക് നൽകുന്ന കാര്യമാണ് ടെലിവിഷനാണ്. ആൻഡ് ദെൻ ഇറ്റ് ഈസ് ദ ബെസ്റ്റ് സോഴ്സ് ഓഫ് എന്റർടൈൻമെന്റ് അല്ലെ. എന്റർടൈൻമെന്റിന്റെ ഏറ്റവും ബെസ്റ്റ് സോഴ്സ് ആണ് ടെലിവിഷൻ എന്ന് പറയും. അത് ടെലിവിഷന്റെ മറ്റൊരു അഡ്വാൻറ്റേജസ് ആണ് അല്ലെ. ടെലിവിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ബെസ്റ്റ് സോഴ്സ് ഓഫ് എന്റർടൈൻമെന്റ്. വിനോദത്തിന്റെ ഏറ്റവും വലിയ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ് ടെലിവിഷൻ. ഇനി നമുക്ക് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഇനി ഇതിന്റെ ദോഷങ്ങൾ, ഏതൊരു കാര്യം എടുത്താലും അതിന് ചെറിയ ദോഷങ്ങളും ഒക്കെ ഉണ്ടാകും അല്ലെ. അപ്പൊ അതുപോലെ ടെലിവിഷനും കുറച്ച് പ്രശ്നങ്ങളുണ്ട്, കുറച്ച് ദോഷങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡിസ്കറേജ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് എമംഗ് ചിൽഡ്രൻ. അതായത് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്, വീടിന് വെളിയിലുള്ള പ്രവർത്തനങ്ങളെ ഇത് കുട്ടികളുടെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ കുട്ടികളുടെ കളികളെ ഇത് നിരുത്സാഹപ്പെടുത്തുന്നു. എങ്ങനെയാണ്? പണ്ടൊക്കെ TV ഇല്ലായിരുന്നു വീടുകളിൽ. ആ സമയത്ത് കുട്ടികൾ എന്ത് ചെയ്യുന്നു? പുറത്തു പോയി പലതരത്തിലുള്ള കളികൾ കളിക്കുമായിരുന്നു, പലതരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമായിരുന്നു. ഇപ്പൊ അങ്ങനെയാണോ? ടെലിവിഷൻ വന്നതുകൊണ്ട് കുട്ടികൾ കൂടുതൽ സമയം ഇപ്പം പൂർണ്ണമായിട്ടും അല്ലെ ടെലിവിഷന് മുന്നിലാണെന്ന് പറയാം. ഇപ്പോൾ വിദ്യാഭ്യാസം ലഭിക്കുന്നത് ടെലിവിഷനിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായിട്ടും ടെലിവിഷന്റെ മുന്നിലാണ് കുട്ടികൾ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അവരുടെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് നടക്കുന്നില്ല. അതുകൊണ്ട് അതിനെ ഡിസ്കറേജ് ചെയ്യുന്ന, നിരുത്സാഹപ്പെടുത്തുന്ന ടെലിവിഷൻ. അതതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ്, ദോഷമാണ്. ആൻഡ് ദെൻ പ്രൊമോട്ട്സ് വയലൻസ് അല്ലെ. അക്രമങ്ങളെയൊക്കെ ഇത് പലപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ആൻഡ് ദെൻ reduces good relationship among the members of the family. ഇനി ഇത് ടെലിവിഷൻ വന്നതുകൊണ്ട് എല്ലാവരും വൈകിട്ട് ടിവിയുടെ മുന്നിലായിരിക്കും. അപ്പൊ ആ സമയത്ത് ഫാമിലി മെമ്പേഴ്സിന്റെ ഇടയിൽ നല്ലൊരു ബന്ധം അല്ലെ, നല്ലൊരു സംസാരം, കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഫാമിലി റിലേഷൻഷിപ്പ് അല്ലെ, ഫാമിലിയിലുള്ള മെമ്പേഴ്സിന് തമ്മിലുള്ള അംഗങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ബന്ധത്തെ റെഡ്യൂസ് ചെയ്യുന്നു, കുറയ്ക്കുന്നു. എന്ത്? ഗുഡ് റിലേഷൻഷിപ്പ്, നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലിയിലെ അംഗങ്ങൾക്കിടയിൽ നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ടാകുന്നത് ഇത് കുറയ്ക്കുന്നു, റെഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ദെൻ സബ് സ്റ്റാൻഡേർഡ് പ്രോഗ്രാംസ്, നിലവാരം കുറഞ്ഞ പ്രോഗ്രാമുകളുണ്ട്. ഒരുപാട് നിലവാരം കുറഞ്ഞ ഒരു കാശിനും കൊള്ളാത്ത പ്രോഗ്രാമുകളുണ്ട് പല ചാനലുകളിലായിട്ട് അല്ലെ. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ, വെറുതെ അവർക്ക് കുറെ പൈസ കിട്ടും, കുറെ കാശുണ്ടാക്കുക, ഒരു ബിസിനസ് മൈൻഡോടുകൂടി മാത്രം ഇറക്കുന്ന പ്രോഗ്രാമുകളുണ്ട് ചില ചാനലുകൾ. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രയോജനപ്പെടത്തില്ല, നമുക്കൊരു ഉപകാരപ്പെടുത്തില്ല, നമുക്കൊരു ഇൻഫർമേഷനോ അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റോ പോലും തരാത്ത നിരവധി പ്രോഗ്രാമുകളുണ്ട് അല്ലെ, മോശമായിട്ടുള്ള പ്രോഗ്രാമുകൾ. അപ്പം അങ്ങനെയുള്ളതാണ് സബ് സ്റ്റാൻഡേർഡ് പ്രോഗ്രാംസ്. അതൊരു ടെലിവിഷന്റെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആണെന്ന് നമുക്ക് പറയാം. ആൻഡ് ദെൻ excessive TV watching can contribute to sleep difficulties, behavior problems and other health issues. ഇനി അമിതമായിട്ട് TV കാണുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? സ്ലീപ്പ് ഡിഫിക്കൽട്ടീസ് അല്ലെ, നമ്മുടെ ഉറക്കത്തിനൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നു, ബിഹേവിയർ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നു, പെരുമാറ്റത്തിലൊക്കെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ആൻഡ് അതർ ഹെൽത്ത് ഇഷ്യൂസ്, പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഒരുപാട് സമയം TV കണ്ടാൽ കണ്ണിനും അല്ലെ നമ്മുടെ ബ്രെയിനിനും ഒക്കെ പ്രശ്നമാണ്. അതൊക്കെ മറ്റ് ഹെൽത്ത് ഇഷ്യൂസ്, ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഒരുപാട് സമയം അമിതമായി TV കാണുന്നത് കൊണ്ട് പ്രശ്നമാണ്, നമ്മുടെ ആരോഗ്യത്തേക്ക് ബാധിക്കും. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ആൻഡ് ദെൻ സം TV പ്രോഗ്രാംസ് ഗീവ്സ് ബാഡ് മെസ്സേജസ് എമംഗ് ചിൽഡ്രൻ. ഇനി ചില TV പ്രോഗ്രാമുകൾ കുട്ടികൾക്കിടയിൽ തെറ്റായ മെസ്സേജുകൾ നൽകുന്നുണ്ട്. അതെന്നുവെച്ചാൽ മോശമായ പ്രോഗ്രാമുകൾ അല്ലെ, കുട്ടികൾക്കിടയിൽ തെറ്റായ സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് അല്ലെ, അതൊരു ദോഷമാണ് ടെലിവിഷന്റെ. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഇറ്റ് റെഡ്യൂസസ് തിങ്കിങ് ആൻഡ് സ്പീക്കിംഗ് എബിലിറ്റി എമംഗ് ചിൽഡ്രൻ. കുട്ടികൾക്കിടയിൽ ചിന്ത അല്ലെ, അവർക്ക് ചിന്തിക്കാനുള്ള അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് സംസാരിക്കാനുള്ള അവരുടെ കഴിവുകൾ അല്ലെ, അത് കുറയ്ക്കുന്നു. അവർ സംസാരിക്കുന്നില്ല, കൊച്ചു TVയും ഒക്കെ കണ്ട് അതിലൊന്നും ലയിച്ചിരിക്കും. അവരുടെ വീടുകളിൽ സംസാരം കുറവാണ് കുട്ടികൾക്ക് അല്ലെ. അപ്പൊ അവരുടെ സ്പീക്കിംഗ് എബിലിറ്റി കുറയും അല്ലെ, സംസാരിക്കാനുള്ള ഒരു കഴിവ്, അതാണ് സ്പീക്കിംഗ് എബിലിറ്റി അല്ലെ. അപ്പൊ നമുക്ക് ആ സ്പീക്കിംഗ് എബിലിറ്റിയും തിങ്കിങ് എബിലിറ്റിയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബ്രെയിന് നമുക്കൊരു ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് ഈ ടെലിവിഷൻ ഒരുപാട് സമയം ഇരുന്ന് കണ്ടാൽ നമ്മുടെ സ്പീക്കിങ്ങും തിങ്കിങ്ങും അങ്ങനെയുള്ള എബിലിറ്റികൾ എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ചെയ്യും, കുറയ്ക്കുന്നു കുട്ടികൾക്ക്. അപ്പൊ അതും ടെലിവിഷന്റെ മറ്റൊരു ദോഷമാണ്, ഡിസഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അപ്പം ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ടെലിവിഷൻ.
അപ്പോൾ ഇത് നിങ്ങൾ വൃത്തിയായിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിലോട്ട് എഴുതിയെടുത്ത് നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി, ആക്ടിവിറ്റി 3, എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് ജയൽ ബേർഡ്സ് ലൈഫ്, വർക്ക്, കരിയർ എക്സെട്ര ഈസ് ഗിവൺ ബിലോ. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് ജയൽ ബേർഡിന്റെ ഒരു ചിത്രമാണ്. ജയൽ ബേർഡിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ലൈഫും അദ്ദേഹത്തിന്റെ വർക്കും അദ്ദേഹത്തിന്റെ കരിയറും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഡിസ്ക്രിപ്ഷൻ ആദ്യം ഒന്ന് വായിക്കാം, അതിനുശേഷം ഇത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. അദ്ദേഹത്തിന്റെ ജനനം, ബോൺ, അത് കൊടുത്തിട്ടുണ്ട്. ഓഗസ്റ്റ് 13, 1888 ജനനം, ജനിച്ചത് എന്നാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദെൻ പ്ലേസ് കൊടുത്തിട്ടുണ്ട്. ഹെലൻസ്ബർഗ്, സ്കോട്ട്ലാൻഡിലെ ഹെലൻസ്ബർഗിലാണ് ജനനം. ആൻഡ് ദെൻ എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ട്. സ്കൂളാണ് ലെമൺ സ്കൂൾ, യൂണിവേഴ്സിറ്റി ഓഫ് സ്ട്രാത്ക്ലൈഡ്. ഫസ്റ്റ് വേൾഡ് വാർ ഇന്ററപ്റ്റഡ് ഹിസ് സ്റ്റഡീസ്. ആൻഡ് ദെൻ ഒക്കുപേഷൻ, അദ്ദേഹത്തിന്റെ ജോലി സൂപ്പറിന്റൻഡന്റ് എഞ്ചിനീയർ. എവിടെയാണ്? സൈഡ് വാലി ഇലക്ട്രിക്കൽ പവർ കമ്പനി അദ്ദേഹത്തിന്റെ ഒക്കുപേഷൻ ആയിരുന്നത്. ആൻഡ് ദെൻ ഇൻവെൻഷൻ, അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ, ജയൽ ബേർഡിന്റെ കണ്ടുപിടുത്തങ്ങൾ. ഇൻ ഫെബ്രുവരി 1924 ഫസ്റ്റ് ട്രാൻസ്മിഷൻ ഓഫ് സെമി മെക്കാനിക്കൽ അനലോഗ് ടെലിവിഷൻ സിസ്റ്റം. ഇൻ 1927 സെറ്റ് അപ്പ് ദ വയർ ടെലിവിഷൻ ഡെവലപ്മെന്റ് കമ്പനി ലിമിറ്റഡ്. അതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഫ്രം 1929 to 1935 ദ BBC ടെലികാസ്റ്റ് പ്രോഗ്രാംസ് യൂസിംഗ് 30 ലൈൻ ബേർഡ് സിസ്റ്റം. ആൻഡ് ദെൻ ഡെത്ത്, അദ്ദേഹത്തിന്റെ മരണം എന്നായിരുന്നു? 1946 അപ്പം ജയൽ ബേർഡിനെ കുറിച്ചുള്ള ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ജോലി എന്താണ്? വളരെ സിമ്പിൾ ആണ്. റൈറ്റ് എ പ്രൊഫൈൽ ഓഫ് ജയൽ ബേർഡ്, ദ ഇൻവെന്റർ ഓഫ് ദ ടെലിവിഷൻ, യൂസിംഗ് ദ ഹിൻസ് ഗിവൺ ബിലോ. ഈ കൊടുത്തിരിക്കുന്ന ഹിൻസ് ഉപയോഗിച്ചിട്ട് ജയൽ ബേർഡിന്റെ ഒരു പ്രൊഫൈൽ തയ്യാറാക്കണം. ഓർക്കുന്നുണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ ലെസണിൽ ആരുടെ പ്രൊഫൈലാണ് തയ്യാറാക്കിയത്? നമ്മുടെ മൈക്കിൾ ജാക്സന്റെ പ്രൊഫൈൽ നമ്മൾ തയ്യാറാക്കിയിരുന്നു. അപ്പോൾ അതേപോലെ നമുക്ക് ജയൽ ബേർഡിന്റെ ഒരു പ്രൊഫൈൽ തയ്യാറാക്കണം. വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ആക്ടിവിറ്റി. സോ നൗ വി ക്യാൻ ഗോ ടു ദ പ്രൊഫൈൽ ഓഫ് ജയൽ ബേർഡ്. സോ ദിസ് ഈസ് ദ പ്രൊഫൈൽ ഓഫ് ജയൽ ബേർഡ്. ജയൽ ബേർഡിനെ കുറിച്ച് തയ്യാറാക്കിയ ഒരു പ്രൊഫൈലാണിത്. നിങ്ങൾക്ക് നോട്ട്ബുക്കിലോട്ട് വൃത്തിയായിട്ട് എഴുതാം. പ്രൊഫൈൽ വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ആക്ടിവിറ്റി, പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് പ്രൊഫൈൽ റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ജയൽ ബേർഡിനെ കുറിച്ചുള്ള പ്രൊഫൈൽ. ജയൽ ബേർഡ് വാസ് ബോൺ ഓൺ ഓഗസ്റ്റ് 13, 1888 അല്ലെ, 1888 ഓഗസ്റ്റ് 13 അദ്ദേഹം ജനിച്ചത്. ജയൽ ബേർഡ് ജനിച്ചത് എവിടെയാണ്? ഇൻ ഹെലൻസ്ബർഗ്, സ്കോട്ട്ലാൻഡിലെ ഹെലൻസ്ബർഗ് എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ഹി സ്റ്റാർട്ടഡ് ഹിസ് എഡ്യൂക്കേഷൻ ഇൻ ലെമൺ സ്കൂളിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം ആരംഭിച്ചത്. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഹിസ് സ്കൂൾ എഡ്യൂക്കേഷൻ he joined the University of Strathclyde for higher studies. ഇനി അദ്ദേഹത്തിന്റെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എവിടെ ജോയിൻ ചെയ്തു? ദി യൂണിവേഴ്സിറ്റി ഓഫ് സ്ട്രാത്ക്ലൈഡ് ഫോർ ഹയർ സ്റ്റഡീസ്. അതായത് സ്ട്രാത്ക്ലൈഡ് എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ജോയിൻ ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഹയർ സ്റ്റഡീസ്, ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്. വെൻ ദ ഫസ്റ്റ് വേൾഡ് വാർ ബ്രോക്ക് ഔട്ട്, ഫസ്റ്റ് വേൾഡ് വാർ തുടങ്ങിയപ്പോൾ he could not continue his education in the university. അദ്ദേഹത്തിന് ആ യൂണിവേഴ്സിറ്റിയിലെ പഠനം തുടരാൻ സാധിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? സോ ഹി ജോയിൻഡ് ദ സൈഡ് വാലി ഇലക്ട്രിക്കൽ പവർ കമ്പനി ആസ് എ സൂപ്പറിന്റൻഡന്റ് എഞ്ചിനീയർ. അതുകൊണ്ട് അദ്ദേഹം എവിടെ ജോയിൻ ചെയ്തു? ദ സൈഡ് വാലി ഇലക്ട്രിക്കൽ പവർ കമ്പനി എന്ന ഒരു കമ്പനിയിൽ അദ്ദേഹം എന്തായിട്ട് ജോയിൻ ചെയ്തു? സൂപ്പറിന്റൻഡന്റ് എഞ്ചിനീയർ ആയിട്ട് അദ്ദേഹം ജോലിയിൽ ജോയിൻ ചെയ്തു. വൈൽ വർക്കിംഗ് ഇൻ ദ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഹി കണ്ടിന്യൂഡ് ഹിസ് റിസർച്ച്. അദ്ദേഹത്തിന്റെ ഗവേഷണം നിർത്തിയോ? ഇല്ല. കണ്ടുപിടുത്തങ്ങൾ നിർത്തിയോ? ഇല്ല. അതിങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. ആൻഡ് ഇൻ ഫെബ്രുവരി 1924 അങ്ങനെ 1924 ഫെബ്രുവരിയിൽ ഹി അച്ചീവ്ഡ് ദ ഫസ്റ്റ് ട്രാൻസ്മിഷൻ ഓഫ് എ സെമി മെക്കാനിക്കൽ അനലോഗ് ടെലിവിഷൻ സിസ്റ്റം. അങ്ങനെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ കണ്ടുപിടുത്തം 1924 ആദ്യത്തെ നേട്ടം അദ്ദേഹം കൈവരിച്ചു. അതെന്തായിരുന്നു? ദ ഫസ്റ്റ് ട്രാൻസ്മിഷൻ ഓഫ് എ സെമി മെക്കാനിക്കൽ അനലോഗ് ടെലിവിഷൻ സിസ്റ്റം ആയിരുന്നു അല്ലെ. അപ്പം ആദ്യത്തെ സെമി മെക്കാനിക്കൽ അനലോഗ് ടെലിവിഷൻ സിസ്റ്റം അദ്ദേഹം 1924 ഫെബ്രുവരിയിൽ അദ്ദേഹം കണ്ടുപിടിച്ചു. ലേറ്റർ ഹി ഇംപ്രൂവ്ഡ് ഓൺ ഇറ്റ്. പിന്നീട് അദ്ദേഹം ആ ടെലിവിഷന്റെ ആ ഒരു ബേസിക് സിസ്റ്റത്തെ അദ്ദേഹം ഇംപ്രൂവ് ചെയ്തു. ദ BBC യൂസ്ഡ് ദ 30 ലൈൻ ബേർഡ് സിസ്റ്റം ടു ടെലികാസ്റ്റ് ദെയർ പ്രോഗ്രാംസ്. അപ്പം BBC എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ബേർഡിന്റെ ഈ 30 ലൈൻ ബേർഡ് സിസ്റ്റത്തെ എന്ത് ചെയ്തു? അവരുടെ നിരവധി പ്രോഗ്രാമുകൾ ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു അല്ലെ. BBC എന്നാണത്? ഫ്രം 1929 to 1935 1929 മുതൽ 1935 വരെ BBC ഈ ബേർഡിന്റെ 30 ലൈൻ ബേർഡ് സിസ്റ്റമാണ് അവരുടെ പ്രോഗ്രാമുകൾ ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. ആൻഡ് ഹി പാസ്ഡ് അവേ ഇൻ 1946 1946 ജയൽ ബേർഡ് മരണമടഞ്ഞു. ഓക്കെ, സോ ദിസ് ഈസ് ദ പ്രൊഫൈൽ ഓഫ് ജയൽ ബേർഡ്. നമ്മുടെ ടെലിവിഷൻ കണ്ടുപിടിച്ച ജയൽ ബേർഡിന്റെ ഒരു പ്രൊഫൈലാണ് ഇത്.
വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റി. നിങ്ങൾ നോട്ട്ബുക്കിൽ ഇതേപോലെ എഴുതിയിട്ട് നന്നായിട്ട് പഠിക്കുക. പ്രൊഫൈൽ റൈറ്റിങ്ങിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ തയ്യാറാക്കിയതിന് ശേഷം ഇതുപോലെ ഹിൻസ് തരും. പ്രൊഫൈൽ റൈറ്റിങ്ങിന് എപ്പോഴും പരീക്ഷയ്ക്ക് ഹിൻസ് തരും. ആ ഹിൻസ് ഉപയോഗിച്ച് ചെറിയൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ തരും. അതിൽ നിന്നാണ് നിങ്ങൾക്ക്, അപ്പോൾ അത് വെച്ചുകൊണ്ട് പ്രൊഫൈൽ റൈറ്റിംഗ് തയ്യാറാക്കാൻ വളരെ ഈസിയാണ്. ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഇട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും പ്രൊഫൈൽ റൈറ്റിംഗ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ പഠിച്ചു. ആക്ടിവിറ്റീസും ടെലിവിഷനെ കുറിച്ചും അതിന്റെ ഡിസഡ്വാൻറ്റേജസ്, അഡ്വാൻറ്റേജസ്, അതുപോലെ തന്നെ ജെയിൽ ബേർഡിന്റെ പ്രൊഫൈൽ റൈറ്റിംഗ്, അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് TV പ്രോഗ്രാംസ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ്, ടെലിവിഷൻ എന്ന ഭാഗത്ത് ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പം അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും ഇന്ന് തന്ന ഈ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ പ്രൊഫൈൽ റൈറ്റിങ്ങും എല്ലാം കൃത്യമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് മുഴുവൻ നന്നായിട്ട് പഠിച്ച് മിടുക്കരായിരിക്കുക. മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ റീപ്ലൈ തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ നിങ്ങൾ ഈ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ സോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാനിടുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ് മിസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ്സിലെ ഫുൾ 7ാം ക്ലാസ്സിന്റെ ഫുൾ ക്ലാസ്സസ് വീഡിയോസ് അതിനകത്തുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലാസ് അതിനകത്തിൽ നിന്ന് കാണാവുന്നതാണ്. ആൻഡ് ദാറ്റ്സ് ഓൾ ടുഡേ. വി ക്യാൻ മീറ്റ് ദ നെക്സ്റ്റ് ക്ലാസ് അഗെയിൻ. ടേക്ക് കെയർ. താങ്ക് യു. ബൈ.